ഒരു പേജിന് ഏകദേശം $12 അഥവാ 1000 രൂപേൻ്റെ അടുത്ത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റിംഗ് ജോബ് സൈറ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു അടിപൊളി വെബ്സൈറ്റാണ്. ബിഗിനേഴ്സിനും അതേപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പേപ്പാൽ ത്രൂ ആണ്, അതേപോലെ തന്നെ പേനിയർ പേപ്പാൽ ത്രൂ ആണ് നമുക്ക് ഇതിൽ നിന്ന് ക്യാഷൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ID വെരിഫിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിൽ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുക. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ പേയ്മെൻറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി വെബ്സൈറ്റാണ് ഇത് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ റൈറ്റിംഗ് ക്രീക്ക് എന്ന് പറഞ്ഞ സൈറ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ റൈറ്റിംഗ് ജോബുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സൈറ്റാണിത്. ഓക്കെ, writingcreek.com. അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ഇതിൽ. നമ്മൾ സ്കിൽ സർവേ ഉണ്ട്, അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു സാമ്പിൾ സർവേ ഉണ്ട്, ശേഷം ലാസ്റ്റ് ID വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അപ്രൂവൽ കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് ഇതിൽ വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഒരു പേജിന് ഏകദേശം $4 വരെ ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എക്സ്പേർട്ടിന് $12 വരെ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ പേയ്മെൻറ്റ് വരുന്നത് പേനിയർ അതേപോലെ തന്നെ പേപ്പാൽ ത്രൂ ഒക്കെ നമുക്ക് ഇതിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കുറച്ച് റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതേപോലെ തന്നെ പ്രൊഫിഷ്യൻസി ഇൻ ദ പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റഡി, എബിലിറ്റി ടു കണ്ടക്ട് റിസർച്ച്, ഒറിജിനൽ കോണ്ടൻറ്റ് റൈറ്റിംഗ്, അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഇംഗ്ലീഷ്. ഇപ്പോൾ അവർ മെയിനായിട്ട് കൊടുത്തിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് അറിയണം, അതേപോലെ തന്നെ നമുക്ക് കണ്ടൻറ്റ് റൈറ്റിങ്ങിലുള്ള ഒരു സ്കില്ല്, അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, പിന്നെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള സ്റ്റഡി ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു സ്കില്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവില്ലല്ലോ, അത് നമ്മൾ സ്വന്തമായിട്ട് ആർജിച്ചെടുക്കേണ്ട കഴിവുകളാണ്. ഓക്കെ, പിന്നെ ഇതിൽ 4 കാറ്റഗറി ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബിഗിനറാണ്. ബിഗിനർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓർഡറുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിഗിനർ ലെവലിലേക്കാരം. അതേപോലെ തന്നെ നമ്മൾ 5ൽ കൂടുതൽ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, അതേപോലെ തന്നെ 80% സക്സസ് റേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആവും. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ 30+ ഓർഡറുകൾ നമ്മൾ അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ 30+ ഓർഡേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ 90% സക്സസ് റേറ്റ് വേണം. പിന്നെ എക്സ്പേർട്ട് ഇതേപോലെ തന്നെ 50ൽ കൂടുതൽ ഓർഡേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ 95% സക്സസ് റേറ്റ് വേണം. പിന്നെ ഇവരുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, റിവാർഡ് സിസ്റ്റം, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കട്ടോ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വായിച്ച് നോക്കിയില്ല. പിന്നെ ഇതിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ലോഗിൻ ചൂസ്, നമ്മളിതിൽ ആദ്യം ലോഗിൻ ചെയ്യുക. എനി ടൈം ആൻഡ് വെയിറ്റ് ഫോർ അവൈലബിൾ ഓർഡേഴ്സ്. ഇതിൽ ഓർഡറുകൾ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിൽ ഓർഡേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ നമ്മൾ പ്ലേസ് ബിഡ്സ് ആൻഡ് ചാറ്റ്, നമ്മളിതിൽ ബിഡ് അപ്ലൈ ചെയ്യുക, ബിഡ് പ്ലേസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ആ ഓർഡർ നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ഒരു ക്ലയൻസിനുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുക, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ വർക്ക് നമ്മൾ എടുക്കുക. അത് ക്ലാരിഫൈ റൈറ്റ്, നമ്മളത് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക, വർക്ക് ചെയ്ത് കൊടുക്കുക, റൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫിനിഷ് ആൻഡ് ഏൺ, നമുക്ക് അതിന് ശേഷം അവരത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വർക്ക് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏണിങ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ വൈഡ് റേഞ്ച് ഓഫ് ഡിസിപ്ലിൻസ് ആൻഡ് സബ്ജക്റ്റ്. ഇപ്പോൾ ഇതിലുള്ള സബ്ജക്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഹ്യൂമാനിറ്റീസ് 30%. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കട്ടോ. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ഇതിലുള്ള വർക്കുകൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫ്രീലാൻസ് റൈറ്റിംഗ് ജോബ്സ് ഇൻ ന്യൂയോർക്ക്, അക്കാഡമിക് അസൈൻമെൻറ്റ് വർക്ക്, ജോബ് ഓൺലൈന്, റൈറ്റിംഗ് ജോബ് ഓൺലൈൻ, പിന്നെ റൈറ്റിംഗ് ജോബ് ഫോർ സ്റ്റുഡൻസ്, റൈറ്റിംഗ് ജോബ് ഫോർ കോളേജ് സ്റ്റുഡൻസ്. അപ്പോൾ ഇതിൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ജോബുകൾ ഇതിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. റൈറ്റിംഗ് ജോബ്സ് ഫോർ ബിഗിനേഴ്സ്, സയൻസ് റൈറ്റിംഗ്, റെസ്യൂം റൈറ്റിംഗ്, പൊളിറ്റിക്കൽ റൈറ്റിംഗ്, ഗ്രാൻഡ് റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്, കരിക്കുലർ റൈറ്റിംഗ്. അപ്പോൾ റൈറ്റിങ്ങിൽ താല്പര്യമുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വർക്കുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കണ്ട് നമ്മളെ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. അതിന് ശേഷം പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ കുറേ നമ്മളെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പിന്നെ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. അതിന് ശേഷം നമ്മൾ ID വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ജെന്യുവനായിട്ടുള്ളൊരു സൈറ്റ് തന്നെയാണ് ഇത്. ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്കില്ലുകളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിലൊന്ന് അപ്ലൈ ചെയ്യുക. നമുക്കിതിൽ ടെസ്റ്റൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇതിന് ഡെയിലി നല്ലൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ജസ്റ്റ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ബൈ.